ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഫ്രൂട്ടിനെ കുറിച്ചാണ്. ഇതാണ് തേന്തു ഫ്രൂട്ട് എന്ന് ഹിന്ദിയിൽ പറയുന്ന, ഇംഗ്ലീഷിൽ പെർസിമോൺ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഒരു ഫലവർഗം. കേരളത്തിൽ വളരെ റെയർ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇതാണ് തേന്തുഫൽ എന്ന് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വില്ലേജ് ഐറ്റമാണ്. ഇത് സാധാരണ അങ്ങനെ കടകളിൽ ഒന്നും കാണാറില്ല. ഇത് കാട്ടിൽ പോയിട്ട് പറിച്ചുകൊണ്ട് വരുവാണ് ചെയ്യുന്നത് ഇവിടുത്തെ ആൾക്കാർ. വില്ലേജസ് മധ്യപ്രദേശ്, ഞാനിവിടെ മധ്യപ്രദേശിലാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നല്ല ഒരു 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കളറാകും. ഇതിൻ്റെ കളറ് ശരിക്കും ഇത് കഴിക്കാൻ പാകമുള്ള കളർ എന്ന് പറയുന്നത് ഈ കളറാണ്. ഇതിപ്പോൾ ഒരു പെർസിമോൺ ഫ്രൂട്ടിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണിത്. തേന്തു എന്നാണ് ഇത് പറയുന്നത്. തേന്തു ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഈ മരത്തിൻ്റെ ഇലയാണ് ബീഡിയുടെ ഇല പൊതിയാനായിട്ട് ദിനേശ് ബീഡി ഉണ്ടാക്കുമ്പോൾ ഒക്കെ അത് പൊതിഞ്ഞു വെക്കുന്ന ഇലയാണത്. ആ ഇലയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ നല്ല മധുരമാണ്. ഇതിൻ്റെ സൂപ്പറാണ്. ഇത് പേപ്പറിൽ നിരത്തി നമ്മൾ വെക്കും. നമ്മുടെ ഗാർഡനല്ല നമ്മുടെ പറമ്പിലുണ്ടാകുന്ന മരത്തിൽ നിന്ന് ഡ്രൈവേഴ്സ് പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഇത് 2 ദിവസം പേപ്പറിൽ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഈ നിറമായി വരും. ഇത് നമ്മൾക്ക് സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട്. ഇതിന് ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടാണിത്. ശരിക്കും കാട്ടിൽ മാത്രമല്ല, നമുക്ക് കടകളിലൊന്നും കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ. നല്ല സ്വീറ്റാണ്. സപ്പോർട്ടക്കായിട്ട് ടേസ്റ്റൊക്കെയാണ് ഇതിനകത്ത്. ഈ സാധനം ഇങ്ങനെ പൊട്ടിച്ച് കളയണം. ഇതെങ്ങനെ കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. സാധനം ഇങ്ങനെ പൊട്ടിച്ച് കളയുമ്പോൾ ഇതിങ്ങനെ കണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനം വരും. അതിനകത്ത് 2 കുരുവുണ്ട്, കഴിക്കാൻ പാടില്ല. ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മാംസളമായ ഭാഗങ്ങൾ നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഒരു 1-2 കുരു കാണും. ഇതിൻ്റെ ഈ കുരു നമ്മൾ കളയണം. ബാക്കി വരുന്ന സ്ഥലങ്ങളാണ് നമ്മൾ കഴിക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ളത്.